മനസ്സിലായില്ല. ഇല്ല, കാണാൻ നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ ആണോ, ഇല്ല കണക്ഷൻ അങ്ങനെ അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല ഓക്കെ ലേറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, ഒന്ന് നേരത്തെ വരാൻ ശ്രമിക്കണം കേട്ടാ. പിന്നെ അനിരുദ്ധ് ഉണ്ടോ? ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നേരത്തെ കയറാൻ ശ്രമിക്കണം കേട്ടാ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് തോന്നുന്നു മിസ്സിന് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് എടുത്തത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അനിരുദ്ധൊക്കെ വരുമ്പോ ആ കോൺസെപ്റ്റ് ടോട്ടൽ തീർന്നിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ കറക്റ്റ് സമയത്തില് കയറാന് ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഡിസൈൻ എഞ്ചിനീയറിംഗ് ആണ് നമ്മളുടെ ടോപ്പിക്. എല്ലാവരും ഒന്ന് ഫ്രഷ് ആയാ? ഈ പേപ്പറിന് ഫ്രഷ് ആവാനൊന്നും ഇല്ല, അങ്ങനെ വെറുതെ ചിന്തിക്കാനുള്ള പേപ്പറാണ്. ഫ്രഷ് ആയ എല്ലാരും? ഫ്രഷ് ആയി. ഓക്കെ, അപ്പൊ ഡിസൈൻ എഞ്ചിനീയറിംഗ് ഇന്നലെ നമ്മൾ കുറെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ പേര് ഞാൻ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ആൻസർ വാട്സപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഡിസൈനില് നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ആൻസർ ഒരിക്കലും കറക്റ്റ് എന്ന് നമ്മൾ പറയാൻ പറ്റൂല. ഓക്കെ, നിങ്ങൾ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, അപ്പൊ അതിനെ എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടു ചെല്ലുമ്പോഴാണ് എന്ത് പറയുക, അതിലുള്ള ഫീഡ്ബാക്ക് പറയും. ഓക്കെ, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പ്രശ്നം വരുമല്ലോ, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പ്രശ്നം വരുമല്ലോ. അപ്പൊ നിങ്ങൾ ആ ഫീഡ്ബാക്കിനെ കണ്ടിട്ട്, അപ്പൊ ഫീഡ്ബാക്കിനെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡിസൈനിൽ ചേഞ്ചസ് ചെയ്യണം. അതാണ് ഡിസൈനിൽ അവർ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവില് പറഞ്ഞിട്ടുള്ള കാര്യം. മനസ്സിലായ? ഇപ്പൊ നിങ്ങൾ 60 പേരെടുത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ 60 ഡിസൈനും എന്തായിട്ട് വരാൻ പാടില്ല, സെയിം ആയിട്ട് വരാൻ പാടില്ല. ഒരു പ്രാവശ്യം 60 ഐഡിയാസും എങ്ങനെയായിരിക്കണം, ഡിഫറെന്റ് ആയിട്ടിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അതിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പർ നിങ്ങൾ പഠിക്കുന്നത്. അതല്ലാതെ ഒരാളിന്റെ ഡിസൈന് പോലെ തന്നെ ഇന്നൊരാളിന്റെ ഡിസൈന് വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു കേസ് സ്റ്റഡി തരും, അത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് എനിക്കൊരു നല്ല ഡിസൈൻ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ കംപ്ലീറ്റ് ആയതും എനിക്ക് എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്തും തരണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡിസൈൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് കുറച്ച് തിയറി ഒക്കെ പഠിക്കണ്ടേ? ഫുൾ ടൈം ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ലല്ലോ. കേസ് സ്റ്റഡി പഠിക്കാം, അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, ഒരു തിയറി പഠിക്കാം. ഒരു സിമ്പിൾ തിയറിയാണ് ഇന്ന് പഠിക്കാൻ പോണത്. സ്ക്രീന് കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, PPT കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പറ്റിയ ആ ഡെഫിനിഷൻ എഴുതിയെടുത്തോ, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ ആണ്. ഡിസൈൻ എന്ന് വെച്ചാൽ ഡെഫിനിഷൻ എന്താണ്? പ്രോസസ് ഓഫ് ഡിസൈനിങ് എ സിസ്റ്റം കോമ്പണന്റ് ആസ് പ്രോസസ് ടു മീറ്റ് ദ ഡിസൈർഡ് നീഡ്സ്. ഓക്കെ, പ്രോസസ് ഓഫ് ഡിസൈനിങ് എ സിസ്റ്റം കോമ്പണന്റ്. ഡിസൈനിങ് എ സിസ്റ്റം കോമ്പണന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു പുതു സാധനം എന്ത് ചെയ്യാൻ പോവാണ്, ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ആ പ്രോസസ് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ സാധനം ഡിസൈൻ ചെയ്യണത്, ആ പ്രോപ്പർട്ടീസിനെയൊക്കെ അത് എന്ത് ചെയ്തിട്ടുണ്ടാവണം, മീറ്റ് ചെയ്യണം. സപ്പോസ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു അംബ്രല്ല ഡിസൈൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു അംബ്രല്ല ഡിസൈൻ ചെയ്യണേ? അംബ്രല്ല ഡിസൈൻ ചെയ്യണത് മഴ നനയാതിരിക്കാൻ. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, അത് സക്സസ് ആയിട്ടുണ്ടാവണം. അതല്ലാതെ നമ്മൾ ഡിസൈൻ ഭയങ്കരമായിട്ട് ചെയ്ത് ആ കുടയിൽ പോകുമ്പോ, അംബ്രല്ലയിൽ പോകുമ്പോൾ നമുക്ക് മഴ നനയുന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ എന്താണ്, വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ഡിസൈൻ നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ്, ഇറ്റ് ഈസ് ഓഫ്റ്റൻ ഇറ്ററേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങളുടെ അകത്ത് തന്നെ എന്തുണ്ടാവും, കുറെ ഡിസിഷൻസ് ഉണ്ടാവും അല്ലെ. ഈ സാധനം ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അകത്ത് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് റൈസ് ആവും. ഓക്കെ, അപ്പൊ അതെന്താണ്, അതിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ബേസിക് സയൻസ് മാത്തമെറ്റിക്സ് ആൻഡ് അതർ എസെൻഷ്യൽ ഡേറ്റയാണ്. ബേസിക് സയൻസ് മാത്തമെറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക് സയൻസ്, നിങ്ങൾ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫാനിന്റെ കേസ് ഞാൻ പറയാം. ഫാനിന്റെ ലീഫ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിലുള്ള ഫാനിന്റെ ലീഫ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നോക്കി. നോക്കി, എങ്ങനെയുള്ള? നോക്കിക്കോ, എല്ലാവരും വീട്ടിൽ നോക്കിക്കോ, എങ്ങനെയുള്ള ലീഫ്? നോർമൽ ആയിട്ട് തന്നെയാണോ ഉള്ളത്? വേറെ സ്ട്രൈറ്റ് ആയിട്ടാണോ ഉള്ളത്? ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെരിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? കാറ്റ് കിട്ടാനായിരിക്കും.
ആ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വെച്ചാൽ നമ്മൾ എന്താണ് ഉള്ള ഒരു ഉദ്ദേശിക്കുന്ന കാറ്റ് നമുക്ക് എന്ത് ചെയ്യൂല, കിട്ടൂല. ഇങ്ങനെയുള്ള ഒരു ഷേപ്പിൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യണതിനെ വിட നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, കാറ്റ് കിട്ടുന്നുണ്ടാവും. അതിന്റെ ലീഫ് സ്ലൈഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് ആയിട്ടുണ്ടാവും. സ്ലൈഡ് ആയിട്ട് കുറച്ച് മുകളിലാണ് ഉണ്ടാവുക, സ്ട്രൈറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയാം. ഓക്കെ, സഫിയിലേക്ക് അയച്ചിട്ടുണ്ട് എയറോഡൈനാമിക് ഫേസ്, ഗുഡ്. ഓക്കെ, ആ കോൺസെപ്റ്റിലാണ് ആ സാധനം എന്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല അഭിനവിന് ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നാൽ എന്താ സംഭവിക്കാനുള്ളത് ഒരു ഫീല് തോന്നുന്നെങ്കിൽ ആ ഫാൻ ലീഫ് എന്ത് ചെയ്തോ, സ്ട്രൈറ്റ് ചെയ്ത് വെച്ച് നോക്ക്. അപ്പൊ രണ്ടിന്റെ ഹീറ്റും രണ്ടിന്റെ കാറ്റിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതിന്റെ കാറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, നമ്മൾ നോർമൽ ഇപ്പൊ അവർ വെച്ചിട്ടുണ്ടാവും അല്ലെ, ആ സ്പീഡാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൂടുതലായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് അതർ എസെൻഷ്യൽ ഡേറ്റ ടു കൺവേർട്ട് റിസോഴ്സസ് ടു മീറ്റ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഓൺ ദി ഡിഫിക്കൽട്ടി ഓഫ് ദി ഡിസൈൻ പ്രോസസ്. ഓക്കെ, അത്ര വലുതായിട്ട് പഠിച്ചു വെക്കണമെങ്കിൽ വെച്ചോ. അല്ലാതെ മെയിൻ ആയിട്ട് വേണ്ടത് എന്താണെന്നറിയോ, ഇറ്ററേറ്റീവ് ഡിസൈൻ മേക്കിംഗ് പ്രോസസ് വിച്ച് യൂസസ് basic science, mathematics and other essential data to convert resources to meet a stated objective based on the difficulty one of the design process. Clear ആണോ? മെയിൻ ആയിട്ട് ഡിസൈനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്, ഒരു പ്രോസസ്സ് ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് ഡിസൈൻ ചെയ്യണത് ആ സാധനത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ്, ഒരു സാധനം ആലോചിക്കുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന് എന്താണ്, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ്, അഗൈൻ എന്താണ്, അതർ എസെൻഷ്യൽ ഡേറ്റയാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാനിന്റെ കേസ് നോക്കാം. ഫാൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മോഡൽ മാത്രമാണോ ഉള്ളത്. നമ്മൾ എന്താണ്, ടേബിൾ ഫാൻ ഉണ്ട് അല്ലെ, അല്ലേ? 4 ലീഫ് ആ, പിന്നെ എന്താണ്, ടേബിൾ ഫാൻ ഉണ്ട്. എഗൈൻ എന്താണ്, നമ്മുടെ നോർമൽ റൂമിൽ സീലിംഗ് ഫാൻ ഉണ്ട്. പിന്നെ എന്താണ്, സീലിംഗ് ഫാനിന്റെ എന്താണ്, ചിലത് നമുക്ക് എന്താണ്, സീലിംഗ് ഫാന് ചെറിയ പ്ലേസിൽ നമുക്ക് ചിലപ്പോൾ സീലിംഗ് ഫാൻ വെക്കണമായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത്ര വലിയ ലീഫ് വെക്കാൻ പറ്റുമോ, ചെറിയ ലീഫ് ചെറിയ ലീഫ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 ലീഫ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കാറ്റ് കിട്ടൂല. അപ്പൊ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഡിസൈനിൽ ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്താണ്, അതിന്റെ ലീഫ് എങ്ങനെയായിരിക്കും, ചിലപ്പോൾ ചെറിയ ഫാൻ കണ്ടിട്ടുണ്ടായെങ്കിലും ചെറിയ ഫാനിൽ എന്താ ചേഞ്ച് ഉണ്ടാവുക, ചെറിയ ഫാന് കണ്ടിട്ടേ ഇല്ല, നല്ലോണം ചരിച്ചിട്ടുണ്ടാവില്ല. നിഹാലായി 4 ലീഫ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ലീഫ് ചെറുതാണ്. എഗൈൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ കൂട്ടത്തില് ലീഫ് കൂടുതൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് വെച്ചാല്, എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് നമ്മളുടെ ഡിസൈഡ് നീഡ് എന്താണ്, കാറ്റ് കിട്ടുന്നതാണ്. പക്ഷെ സെയിം ടൈം നമുക്ക് എന്താണ് എന്താണ് പ്രശ്നം പറഞ്ഞത്, ഓക്കെ, വലിയ ലീഫ് വെക്കുമ്പോൾ ലീഫ് ചെറുതാവുന്നുണ്ട്. ലീഫ് ചെറുതാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ലീഫ് കൂട്ടി വെച്ച് എന്ത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ ഓവർ ആൾക്കാരുടെ ട്രൈ ചെയ്തതാണ്, മനസ്സിലായ? അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള ടേബിൾ ഫാനും ഇപ്പോൾ ഉള്ള ടേബിൾ ഫാനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ല? നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള സീലിംഗ് ഫാൻ, നമ്മുടെ പണ്ടത്തെ വീട്ടിലുള്ള സീലിംഗ് ഫാൻ നോക്ക്, ഇപ്പോഴത്തെ സീലിംഗ് ഫാൻ നോക്ക്, എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? പഴയതാണെങ്കിൽ എന്താണ്, സൈസ് ഒക്കെ കുറച്ച് വലുതാണ് അല്ലെ. ഇപ്പൊ ആണെങ്കിൽ അവർ ഓപ്റ്റിമൈസ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അതെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. പ്രോസസ് ഓഫ് ഡിസൈൻ സിസ്റ്റം കോമ്പണന്റ് ആസ് പ്രോസസ് ടു മീറ്റ് ദി ഡിസൈഡ് നീഡ്സ്. എഗൈൻ ഒരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യം മെയിൻ ആയിട്ട് നോക്കണം, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് അതർ എസെൻഷ്യൽ ഡേറ്റ ആണ്. ഈ അതർ എസെൻഷ്യൽ ഡേറ്റ എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ കൊറോണ വന്നിട്ടുണ്ട് അല്ലെ. കൊറോണന്റെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. അതർ എസെൻഷ്യൽ നീഡ്സ് ഡേറ്റ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റഷ്യയിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ വാക്സിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്, അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ത്യയിലുള്ള ICMR അന്ന് എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ത്യൻ പീപ്പിൾസ്ക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ലാണ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റീസൺ, എന്തായിരിക്കും? ഡിസൈഡ് നീഡ്സിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എക്സാമ്പിൾ. എന്തായിരിക്കും റീസൺ? ലൈഫ് സ്റ്റൈൽ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മളുടെ ലൈഫ് സ്റ്റൈലും ടോട്ടലി എന്താണ്, അവരെ കണ്ടും ഡിഫറെന്റ് ആണ്.
ഓക്കെ, നമ്മുടെ ഫുഡ് ഹാബിറ്റ് നമ്മൾ റഷ്യയിലുള്ള ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ് ആണോ ഫോളോ അപ്പ് ചെയ്യണേ? ഇല്ല. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർക്ക് എന്തുണ്ടാവും? ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഹാബിറ്റും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. നബീൽ അയച്ചിട്ടുണ്ട്, ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആ വാക്സിൻ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും? സംടൈംസ് ചില പ്രശ്നങ്ങൾ വരും. ഓക്കെ, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? കുറെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യണില്ല. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഇഞ്ചെക്ട് ചെയ്യണോ വേണ്ടേണോ അവർ ആലോചിക്കുന്നത്. മനസ്സിലായ? സെയിം പ്രശ്നം തന്നെയാണ്. നമ്മൾ എന്താണ് ഒരു സ്ഥലത്തിൽ പോയി ഒരു സാധനം വയ്ക്കാൻ പോകണമെങ്കിൽ അവിടുത്തെ നീഡ്സ് നമ്മൾ ഫസ്റ്റ് നോക്കണം. ഓക്കെ, അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓക്കെ, ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത് ഇവിടെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഇന്ത്യ എന്നുള്ള ഒരു മാർക്കറ്റ് തന്നെ വെച്ചോ. ഇന്ത്യയിലുള്ള മാർക്കറ്റിൽ വേറെ ഒരു ഫോൺ വന്നിട്ടില്ല, ഐഫോൺ മാത്രമാണ് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐഫോണിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നിയർലി ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഒരു 40,000 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ 40,000 റുപ്പീസിൽ ഐഫോൺ കൊണ്ട് മാർക്കറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്തതിനു ശേഷം എന്താണ് നമ്മൾ ഇന്ത്യയിലുണ്ട് അങ്ങനെ വെച്ചാൽ അവർക്ക് ബിസിനസ് സക്സസ് ആക്കാൻ പറ്റുമോ? ഒരു 40,000ന്റെ ഫോൺ നമ്മളുടെ മാർക്കറ്റിൽ കൊണ്ട് അവർ റിലീസ് ചെയ്യാണ്, സക്സസ് ചെയ്യാൻ പറ്റൂല. റീസൺ എന്താണ്? നമ്മളുടെ നീഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആൾക്കാർ എല്ലാവരും 40,000 സ്പെൻഡ് ചെയ്ത് ഒരു ഫോൺ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊന്നും അല്ല. ഓക്കെ, നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വരും? ഒരു ഫോണ് വേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഐഫോൺ അവരുടെ ഡിസൈൻ തന്നെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ മാർക്കറ്റ് റേറ്റിൽ 20,000 രീതിയിൽ ഫോൺ തരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സ്ഥലത്തില് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ, ആ സ്ഥലത്തിന്റെ സിറ്റുവേഷൻ ഫസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഓക്കെ, അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യണത്. ഓക്കെ, അതല്ലാതെ നമ്മൾ ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സിറ്റുവേഷൻ നോക്കണം. സിറ്റുവേഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ആ തിയറിയിൽ ഒന്നല്ല, തിയറിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനമാണ് ഞാൻ കൺവേ ചെയ്തത്. ഓക്കെ, എഗൈൻ അപ്പൊ ഡിസൈൻ ചെയ്യാൻ അവർ ക്ലാസിഫൈഡ് 3 ടൈപ്സ് പറയുന്നുണ്ട്. 3 ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസൈന് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 ഡിസൈൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 ടൈപ്പിൽ ഡിസൈൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 3 ടൈപ്പിലാണ് ഡിസൈൻ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അഡോപ്റ്റീവ് ഡിസൈൻ ആണ്, സെക്കൻഡ് വൺ ഡെവലപ്മെന്റ് ഡിസൈൻ ആണ്, തേർഡ് വൺ എന്താണ്? ന്യൂ ഡിസൈൻ ആണ്. 3 ഡിസൈൻ എന്തൊക്കെയാണ്? അഡോപ്റ്റീവ് ഡിസൈൻ ആണ്, എഗെയിൻ ന്യൂ ഡിസൈൻ, ഡെവലപ്മെന്റ് ഡിസൈൻ, എഗെയിൻ എന്താണ്? ന്യൂ ഡിസൈൻ ആണ്. അഡാപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ക്രിയേഷൻ ഓഫ് ഡിസൈൻ ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് സിമിലർ പ്രോസസ് ആണ്. ഓക്കെ, അങ്ങനെ വെച്ചാൽ മീനിങ് എന്താ? ഇറ്റ് ഡീൽസ് വിത്ത് ക്രിയേഷൻ ഓഫ് ഡിസൈൻ ബേസ്ഡ് ഓൺ എന്താണ്? ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് സിമിലർ പ്രോസസ് ആണ്. അപ്പൊ അതിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ ഓഫ് എലിവേറ്റർ. ഓക്കെ, എലിവേറ്റർ അല്ലെങ്കിൽ എസ്കലേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. മനസ്സിലായ? നമ്മള് അഡാപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിന്റെ പ്രോസസ്സ് ഫോളോ അപ്പ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ചെറുതായിട്ടേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ലൈറ്റ് ചേഞ്ചസേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? 3 ടൈപ്പ് ഡിസൈൻ എന്തൊക്കെയാണ്? അഡോപ്റ്റീവ് ഡിസൈൻ, ഡെവലപ്മെന്റ് ഡിസൈൻ, എഗൈൻ എന്താണ്? ന്യൂ ഡിസൈൻ ആണ്. അഡോപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോളോ അപ്പ് എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ ആണ്. ഓക്കെ, ക്രിയേഷൻ ഓഫ് ഡിസൈൻ ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് സിമിലർ ഡിസൈൻ ആണ്. ഡിസൈൻ ഓഫ് എലിവേറ്റർ പറയുന്നുണ്ട്, എലിവേറ്റർ, എഗൈൻ എസ്കലേറ്റർ പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ എസ്കലേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എസ്കലേറ്റർ എന്താണ്? നമ്മൾ മോളിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എസ്കലേറ്റർ വന്നിട്ടുണ്ട്. അതിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയാണോ എസ്കലേറ്റർ ഉണ്ടാവുക, അതിന്റെ സെയിം മോഡലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിലെന്തെങ്കിലും ചെറിയ ചേഞ്ചസ് അല്ലാതെ എസ്കലേറ്ററിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടോ? ചേട്ടൊന്നും കാണില്ലല്ലോ, കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ആൾറെഡി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു സാധനം ഉണ്ട്, അതിന്റെ സെയിം സാധനം നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയ ഡിസൈനിൽ ചെറിയ ചേഞ്ചസ് അല്ലാതെ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ എന്താണ്? സെയിം ആണ്. ക്ലിയർ ആണോ? അഡോപ്റ്റീവ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻസ് എഴുതാൻ അറിയാല്ലേ? എന്താണ്? ഇറ്റ് ക്രിയേഷൻ ഓഫ് ഡിസൈൻ ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് സിമിലർ പ്രോസസ് ആണ്. ഓക്കെ, എഗെയിൻ എന്താണ്? ഡെവലപ്മെന്റ് ഡിസൈൻ. ഓക്കെ, ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡിസൈനർ സ്റ്റാർട്ട് ഫ്രം എക്സിസ്റ്റിംഗ് ഡിസൈൻ ബട്ട് ഫൈനൽ ഔട്ട്കം
വേരി ഫ്രം ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ. ഓക്കെ, ക്ലിയർ ആണോ? അഡോപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫുൾ ഫോളോ അപ്പ് നമ്മൾ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എവിടെയാണ് സ്റ്റാർട്ട് ആവുക? എക്സിസ്റ്റിംഗ് ഡിസൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഫൈനൽ ഔട്ട്കം എങ്ങനെയാണ് ഉണ്ടാവുക? എക്സിസ്റ്റിംഗ് ഡിസൈൻ പോലും ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ ഇവർ മെയിൻ ആയിട്ട് പറയുന്നത് ഡിസൈൻ ഓഫ് CVT എന്ന് പറയുന്നത്. CVT എന്ന് പറയുന്നത് മെക്കാനിക്കൽ ടേം ആണ്. അതായത് ഡെഫിനിഷൻ മനസ്സിലായ? സെക്കൻഡ് വൺ, ഡെവലപ്മെന്റ് ഡിസൈൻ്റെ എക്സിസ്റ്റിംഗ് ഡിസൈനിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഫൈനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? എക്സിസ്റ്റിംഗ് പോലും ഉണ്ടാവില്ല. ടോട്ടലി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഡിസൈൻ ഓഫ് CVT എന്ന് പറയുമ്പോൾ ഇത് എന്താണെന്ന് വെച്ചാല് കൺട്രോൾ വേരിയേഷൻ ടെക്നിക് എന്നാണ് പറയുക, അല്ലെങ്കിൽ കൺട്രോൾ വേരിയേഷൻ ട്രാൻസ്മിഷൻ എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഷീൻ പാർട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ മെഷീൻ പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ബൈക്കിന്റെ അകത്ത് പറഞ്ഞത് അത് CVT കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള എഞ്ചിൻസ് ആണ്. ഇപ്പൊ TVS XL സൂപ്പറിന്റെ എഞ്ചിൻ എടുത്തോ, അതും എന്ത് തന്നെയാണ്? 2 വീലറിന്റെ എഞ്ചിൻ തന്നെയാണ്. ഓക്കെ, അതേപോലെ റോയൽ എൻഫീൽഡിന്റെ എഞ്ചിൻ എടുത്തോ, രണ്ടും എന്താണ്? രണ്ടും എന്ത് തന്നെയാണ്? എഞ്ചിൻ തന്നെയാണ്. പക്ഷെ രണ്ടും സെയിം ആണോ? സെയിം ആണോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവര് എഞ്ചിന്റെ കോൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ കോൺസെപ്റ്റ് വെച്ച് തന്നെയാണ് അവർ എന്ത് ചെയ്തത്? TVS XL സൂപ്പറിനും ചെയ്തത്. സെയിം കോൺസെപ്റ്റ് വെച്ച് തന്നെയാണ് അവർ എന്ത് ചെയ്തത്? റോയൽ എൻഫീൽഡും ചെയ്തത്. പക്ഷെ രണ്ടിന്റെ ഫ്യൂച്ചേഴ്സും എന്താണ്? ടോട്ടലി എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ. രണ്ടിന്റെ CC റേഞ്ച് നോക്കുമ്പോൾ എന്താണ്? ടോട്ടലി ഡിഫറെന്റ് ആണ്. പ്രൊസീജിയർ സെയിം ആണ്, പക്ഷെ ഫൈനൽ ഔട്ട്പുട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും? ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ എക്സിസ്റ്റിംഗ് ഡിസൈനിൽ വേറെ, ഡെവലപ്മെന്റ് ഡിസൈനിൽ വേറെ എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്? വേറെ എന്തൊക്കെ പറയാൻ പറ്റും? നമ്മുടെ ഹൗസ് ബിൽഡിംഗ് ഒക്കെ പറയാം അല്ലെ. ഹൗസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ സ്കെച്ച് ഒക്കെ നമ്മൾ എങ്ങനെ തന്നെയാണ്? മുൻപ് നമ്മൾ ഏതൊക്കെ സ്കെച്ച് ആണോ യൂസ് ചെയ്യണത് അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ന്യൂ സ്കെച്ചസ് യൂസ് ചെയ്യണത് അല്ലെ. എങ്ങനെ വീടിന്റെ പ്ലാൻ ഇപ്പൊ ഫുള്ള് ചേഞ്ച് ചെയ്യുന്നുണ്ടോ നമ്മള്? ഇല്ല. മുൻപ് നമ്മൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. സ്കെച്ച് ഒക്കെ സെയിം ആണ്, പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചേഞ്ച് ചെയ്താണ് എടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? അല്ലാതെ മുൻപ് ഒരു ടൈപ്പിലാണ് അവർ വീട് കെട്ടിയത്, ഇപ്പൊ ഇന്നൊരു ടൈപ്പിലാണോ? ഇല്ല. മുൻപ് നമുക്ക് എന്താണ്? ബേസ്മെന്റ് ഒക്കെ വെച്ച് തന്നെയാണ് വീട് കെട്ടിയത്. ഇപ്പോഴും എന്ത് തന്നെയാണ്? നമ്മൾ ബേസ്മെന്റ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? വീട് കെട്ടുന്നത്. സ്കെച്ച് ഒക്കെ സെയിം ആണ്, പക്ഷെ നമ്മൾ ബിൽഡിംഗ് വരുമ്പോ എന്താണ്? ഫസ്റ്റിലുള്ള ബിൽഡിംഗിലുണ്ട്, സെക്കൻഡ് വരുന്ന ബിൽഡിംഗ് എന്തായിരിക്കും? ഒരു ചേഞ്ച് ആയിരിക്കും. ഫോളോ അപ്പ് ചെയ്യണത് അവരെ തന്നെയാണ്, പക്ഷെ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ 3 ഡിസൈൻ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് 2 ഡിസൈൻ ചോദിക്കാം. ആദിത്യ പറ, ഫസ്റ്റ് ഡിസൈൻ എന്താണ്? ആദിത്യ ഉണ്ടാ? മെസ്സേജ് അല്ല, മൈക്ക് കാണിച്ച്. ആദിത്യ മൈക്ക് കാണിച്ചാൻ പറ്റണില്ല. ഓക്കെ, ഫസ്റ്റ് ഡിസൈൻ എന്താണ്? അഡോപ്റ്റീവ് ഡിസൈൻ ആണ് അല്ലെ. അഡോപ്റ്റീവ് ഡിസൈൻ അല്ലേ? അഡോപ്റ്റീവ് ഡിസൈൻ എന്ന് വെച്ചാൽ എന്താണ്? ക്രിയേഷൻ ഓഫ് ഡിസൈൻ ബേസ്ഡ് ഓൺ existing similar process. Okay, then mute ചെയ്തോ. അറോമൽ ഉണ്ടാ? അറോമൽ സെക്കൻഡ് ഡിസൈൻ എന്താണ്? ഫസ്റ്റ് വൺ അഡോപ്റ്റീവ് ഡിസൈൻ ആണ്. സെക്കൻഡ് ഡിസൈൻ എന്താണ്? ഡെവലപ്മെന്റ് ഡിസൈൻ. ഗുഡ്. ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് ഫ്രം എക്സിസ്റ്റിംഗ് ഡിസൈൻ, ബട്ട് ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഡിഫറെന്റ്ലി വേരി ഫ്രം ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് ഡിസൈന് ഡെവലപ്മെന്റ് ഡിസൈൻ. ദ ഡിസൈനർ സ്റ്റാർട്ട് ഫ്രം എക്സിസ്റ്റിംഗ് ഡിസൈൻ, ബട്ട് ഫൈനൽ outcome may vary from any of the existing design.
ദെൻ ഫൈനൽ വൺ എന്താണെന്ന് വെച്ചാൽ ന്യൂ ഡിസൈൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൾ ഇൻഹെറിറ്റഡ് ഫ്രം എനി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൾ. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, എക്സിസ്റ്റിംഗ് ഡിസൈൻ ഒന്നും ഫോളോ അപ്പ് ചെയ്യൂല. പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, എന്ത് പറയുക, ന്യൂ ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൾ ഇൻഹെറിറ്റഡ് ഫ്രം എനി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ട് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇനിഷ്യൽ ഡിസൈനിങ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടർ ഫസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതിനെയാണ് അവർ എന്ത് പറയണത്, ന്യൂ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ഒക്കെ ഏത് കാറ്റഗറിയിലാണ് വരിക? അപ്പോ ഡെവലപ്മെന്റിൽ വരും. ഓക്കെ, എന്തുകൊണ്ടാണ്? സെയിം ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു സാധനം കണ്ടുപിടിക്കുമ്പോഴാണ് അത് എന്ത് വരിക, ന്യൂ ഡെവലപ്മെന്റിൽ വരിക. ഓക്കെ, അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു സാധനം, എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു സാധനം ഉണ്ട്, അതിൽ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതിലേക്ക് വരും, ഏതിലേക്കാണ് വരിക, ഡെവലപ്മെന്റിലാണ് വരിക. ഓക്കെ, ക്ലിയർ ആണോ? ന്യൂ ഡിസൈൻ ക്ലിയർ ആണോ? ഇറ്റ് ഈസ് നോട്ട് ആൾ ഇൻഹെറിറ്റഡ് ഫ്രം എനി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ. ഇനിഷ്യൽ ഡിസൈനിങ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. എല്ലാത്തിന്റെ ഇനിഷ്യൽ ഡിസൈനിങ്ങിന് എഴുതാം. ഇനിഷ്യൽ ഡിസൈനിങ് ഓഫ് കമ്പ്യൂട്ടർ, ഇനിഷ്യൽ ഡിസൈനിങ് ഓഫ് കാൽക്കുലേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ക്ലിയർ ആണോ ഡിസൈൻ്റെത്? ഡിസൈനിന്റെ ക്വസ്റ്റ്യൻ തീർന്ന്, ഇന്നത്തെ ടോപ്പിക് തീർന്ന്. ഇനി ആക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തതില് ഡിസൈൻ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഡിസൈനിലുള്ള 3 ടൈപ്സ് എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയാണ് 3 ടൈപ്സ്? അഡോപ്റ്റീവ് ഡിസൈൻ, അഗൈൻ ഡെവലപ്മെന്റ് ഡിസൈൻ, ഇന്നൊന്ന് എന്താണ്, ഡെവലപ്മെന്റ് ഡിസൈൻ, ഇന്നൊന്ന് എന്താണ്, ന്യൂ ഡിസൈൻ. ഓക്കെ, ഡെവലപ്മെന്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാർട്ടിംഗ് ഫ്രം എക്സിസ്റ്റിംഗ് ഡിസൈൻ ബട്ട് ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ്. ഓക്കെ, ദെൻ ഫസ്റ്റ് അഡോപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, വി ഫോളോ അപ്പ് ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ. ഓക്കെ, ന്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, വി ആർ ക്രിയേറ്റിംഗ് ദ ന്യൂ ഡിസൈൻ ആണ്. ഓക്കെ, വി ആർ ഡോണ്ട് ഫോളോ എനി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഡിസൈൻ ആണ് നമ്മൾ എന്ത് പറയാ, ന്യൂ ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റിന്റെ സമയമായി. അപ്പൊ ആക്ടിവിറ്റിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡന്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? പറ്റുന്നുണ്ട്. Okay. Student find inconvenience in carrying water bottle and lunch box. As a designer, try to solve this problem by integrating water bottle with lunch box. Question മനസ്സിലായോ? Question മനസ്സിലായോ? Student find inconvenience in carrying water bottle and lunch box. As a designer, try to solve this problem by integrating water bottle with lunch box. Okay. അപ്പൊ എല്ലായിടത്തും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ലഞ്ച് ബോക്സ് ഇൻസൈഡിൽ ഒരു വാട്ടർ ബോട്ടിൽ ഹാൻഡിൽ വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഡിസൈൻ സ്കെച്ച് വേണം. ഓക്കെ, അപ്പോ ഇപ്പോ 39 അല്ലേ, 14 തന്നെ വെച്ചോ, ഒരു 10 മിനിറ്റ്സ് എടുത്തോ. ഓക്കെ, 10 മിനിറ്റ്സ് എടുത്ത് എനിക്ക് എന്ത് ചെയ്യണം, 10 മിനിറ്റ്സ് വേണോ, 10 മിനിറ്റ്സ്. ഓക്കെ, 10 മിനിറ്റ്സ് മാക്സിമം. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് ചെയ്താൽ സ്കെച്ചാണ് വേണ്ടത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിന് സ്കെച്ചാണ് ചോദിക്കുക അവര്. സ്കെച്ച് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുക. ഫസ്റ്റ് സ്കെച്ചിനായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 14 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പൊ 14 മാർക്ക് എന്ന് പറയുമ്പോൾ സ്കെച്ചിനായിരിക്കും എന്താണ് 5 or 6 മാർക്ക് കിട്ടുന്നത്. പിന്നെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷനൊക്കെ മാർക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആക്ടിവിറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. സ്റ്റുഡൻസിന് എന്താണ് വാട്ടർ ബോട്ടിലും എഗൈൻ എന്താണ് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ഡിസൈനർ ആയിട്ട് നിങ്ങൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യും, അതിന്റെ സ്കെച്ചാണ് എനിക്ക് വേണ്ടത്. സ്കെച്ച് ചെയ്യോ? സ്റ്റാർട്ട് ചെയ്യും. 9:40 ആയി, 10 മിനിറ്റ്സ്. കംപ്ലീറ്റ് ആയവര് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞിട്ട് വരണം. വേഗം വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ആണ്. റെഗുലർ ക്ലാസ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് വേഗം ഒന്ന് സ്കെച്ച്. ഞാൻ റാൻഡം ആയിട്ട് ചോദിക്കും. റാൻഡം ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും അത് കാണിച്ചിട്ട് പ്രസന്റേഷൻ തരുന്നത്. നല്ല ആലോചിച്ചിട്ട് ഡിസൈൻ ചെയ്.
സ്കെച്ച് നീറ്റ് ആയിരിക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ. റഫായിട്ട് വരയ്ക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഡിസൈനിൽ സ്കെച്ചിനാണ് മാർക്ക് ഉണ്ടാവുക. ഞാൻ കീ എടുത്ത് നോക്കുമ്പോൾ സ്കെച്ചിനാണ് പാതി മാർക്ക്. അപ്പൊ അല്ലാതെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ റഫായിട്ടൊക്കെ സ്കെച്ച് ചെയ്താലുണ്ടല്ലോ മാർക്ക് കിട്ടൂല, ചിലപ്പോൾ ഫെയിൽ ആയി പോകാനും സാധ്യത ഉണ്ടാവും. അപ്പോ സ്കെച്ച് ഇങ്ങനെയുള്ള റഫ് ആക്ടിവിറ്റീസ് തരുമ്പോൾ തന്നെ സ്കെച്ച് ചെയ്യാനും നല്ല രീതിയിൽ സ്കെച്ച് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, സ്കെച്ചിനായിരിക്കും മാർക്ക്. കംപ്ലീറ്റ് ചെയ്തവർ കമാൻഡ് ചെയ്. വെയിറ്റ് ചെയ്തിരിക്കല്ലേ, സമയമില്ല. തുളസി, ഓക്കെ. തുളസി വീഡിയോ ഓൺ ചെയ്യോ? ഓൺ ചെയ്തിട്ട് ഡിസൈൻ കാണിക്കോ? ബാക്കിയുള്ളവര് ഇവരുടെ ഡിസൈൻ ജസ്റ്റ് നോക്കല്ലേ, നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ഡിസൈനിൽ കെയർ ചെയ്യും. ഇവരുടെ ഡിസൈൻ നിങ്ങൾ കൊണ്ടുവരരുത്. തുളസി ഫസ്റ്റ് ഓൺ ചെയ്. ആ, നിന്റെ ഡിസൈൻ കാണിക്കേ. എങ്ങനെയാണുള്ള മൈക്ക് കാണിച്ചേ. അതെ സാർ, ഈ ലഞ്ച് ബോക്സിന്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് ഒരു സ്ട്രോ ഇട്ടിട്ട് ലഞ്ച് ബോക്സിന്റെ കൂടെ തന്നെയുള്ള പാക്കേജ് പോലെ. ഒന്ന് ആ ഇമേജ് കാണിക്കോ? എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. സാർ ഫൗള്, ഇത് ഞാൻ സ്ട്രോ എടുത്തിയ സാർ. സാർ ഇത് ഞാൻ എടുത്തു സാർ. ഇതെങ്ങനെയാണ്? ലഞ്ച് ബോക്സിന്റെ മോഡലാണ്. ഉള്ളിൽ കുറച്ച് സ്പേസ് വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു സ്ട്രോ ഇടും. എന്നിട്ട് ആ സ്ട്രോ ഉള്ളിലേക്ക് വെച്ചാൽ മതി ലഞ്ച് ബോക്സ് അടച്ചു വെക്കുമ്പോ. അപ്പൊ ഫുഡ് എങ്ങനെയാ വെക്കുക? നമ്മുടെ ലഞ്ച് എവിടെയാണ് ഉണ്ടാവുക? ഫുഡ് ഇവിടെ ഉണ്ട്. ഇവിടെ സറൗണ്ടിങ്ങിലാണ് വെള്ളം ഉണ്ടാവുക. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഇതിന്റെ സൈഡിൽ ഫുൾ വാക്വം ആണല്ലേ? അതിന്റെ ഔട്ടർ ഫുൾ. ആ, ഇത് ഫുൾ വാക്വം ആയിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കും. അപ്പൊ നമ്മൾ വാട്ടർ ഫിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കോ? ഇല്ല, ഇവിടെ ഒരു മൂടിയാട്ടം വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്ത് സ്ട്രോ ഫിറ്റ് ചെയ്താൽ പോരെ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ദെൻ അനുപമ ആ സെക്കൻഡ് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ ഡിസൈൻ നോക്കിയാ ബാക്കി എല്ലാരും? ബാക്കി എല്ലാ ആൾക്കാരും നോക്കിയാ? ഓക്കെ, അനുപമന്റെ അത് നോക്ക്, ഡിസൈൻ നോക്കട്ടെ. ആ, കാണിക്കേ. ഒരു മിനിറ്റ്. ആ, പിന്നെ ആരാ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ? സർ ഇത് ആക്ച്വലി ഇതാന്ന്, കുട്ടികളിങ്ങനെ ബാഗ് കൊണ്ട് പോയില്ലേ ലഞ്ച് ബോക്സിൽ. ആ, അപ്പം ആ ബാഗിന്റെ ഉള്ളിൽ തന്നെ ഫസ്റ്റ് ലെയറിൽ ഒരു ബോട്ടിൽ വെക്കുക. എന്നിട്ട് ആ ബാഗ് ഒന്നും കൂടി തുറക്കുമ്പോൾ സെക്കൻഡിൽ ലഞ്ച് ബോക്സ്. ഓ, ഇത് ബാഗിന്റെ ഡിസൈൻ ആയിട്ടാണുള്ള ലഞ്ച് ബോക്സ് വിത്ത് ഉള്ള. ഓക്കെ, അത് ക്യാരി ചെയ്യുമ്പോൾ ഒരുമിച്ചാണല്ലോ ക്യാരി ചെയ്യുക. ക്യാരി ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യന് നല്ല രീതിയിൽ ആലോചിച്ചോ. ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? ഇന്റഗ്രേറ്റഡ് ആണ്. ഇത് ഓക്കെ, പക്ഷെ ഇന്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? രണ്ടും ഒരുമിച്ചായിരിക്കണം. ബാഗ് കോൺസെപ്റ്റ് അതിൽ പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, എനിവേ ഗുഡ്. ദെൻ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിന്റെ ഐഡിയയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഓക്കെ, പിന്നെ വേറെ ആരാ കംപ്ലീറ്റ് ചെയ്ത? അനുപമ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്. സാർ ഇത് അനുഭവന്റെ സെയിം ഏകദേശം കോൺസെപ്റ്റ് തന്നെയാണ്. ഡിസൈൻ നോക്കട്ടെ.
സ്കെച്ച് അനുപമാന്റെ സ്കെച്ചും ഓക്കെയാണ് കേട്ടാ. തുളസിന്റെ സ്കെച്ചും ഓക്കെയാണ്. സ്കെച്ച് ഏകദേശം അതുപോലെ കൊണ്ടുവരണം. ഓക്കെ ഫസ്നാന്റെ വീഡിയോ എന്താ പറ്റി? ആ ഓക്കെ, ഒന്ന് ക്ലോസ് അപ്പ് ചെയ്യോ ആ ഫോട്ടോ? ഇതൊരു ബോക്സ് പോലെ ബാഗ് ബാഗാണ്. ബോക്സ് അത് ഓപ്പൺ ചെയ്യാ. അപ്പൊ അതില് 2 പാർട്ടായിട്ട്, ഒന്നില് ബോട്ടിൽ കീപ്പ് ചെയ്യാനും മറ്റേല് ഓക്കെ 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 ഓക്കെ. ദെൻ രോഹിത് രോഹിത് മൈക്ക് ഓൺ ചെയ്യോ? ആ ക്യാമറ മറ്റേ ഇത് റൊട്ടേറ്റ് ചെയ്തോ? ക്യാമറ പ്രൈമറിയിലാണ് ഉണ്ടാവുക, പക്ഷെ ജസ്റ്റ് അത് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ സാർ ഇതിപ്പോ ഇങ്ങനെയാണല്ലേ, ഇത് സിലിണ്ടർ ഷേപ്പ് ആയിട്ട് ബോട്ടിലിന്റെ ഷേപ്പ് തന്നെ. അതിന്റെ ഔട്ടർ ആയിട്ട് ലഞ്ച് ബോക്സും സൈഡില് വാട്ടറും. ലഞ്ച് ബോട്ടിൽ ടൈപ്പ് ആണ്, പക്ഷെ ഫുഡ് എങ്ങനെയാണ് വെക്കുക? സൈഡില്. ഈ സൈഡിൽ ഇങ്ങനെ എന്ത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് അങ്ങനെ ടൈപ്പ് ആണോ? ഫോൾഡ് അങ്ങനെ റാപ്പർ ടൈപ്പ് ആണോ? അല്ല, ഇതിപ്പം ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. അപ്പൊ ഫുഡ് നമ്മൾ ഫിൽ ചെയ്യണം. ഇതിപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്ന മെത്തേഡ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് മേലെ ബോട്ടിൽ ഓപ്പൺ. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ ദെൻ അനിരുദ്ധ്. ബാക്ക് ക്യാമറ ഓൺ ചെയ്യ്. ബാക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റും. ബാക്കിയുള്ളവരൊക്കെ എവിടെയാ? പ്രിൻസ്, അർബിത്ത് മാത്രമേ ഉള്ളൂ. അനേന ഒന്ന് ക്ലോസ് ചെയ്യോ? ക്ലോസ് അപ്പ്. ഓക്കെ, എക്സ്പ്ലെയിൻ. സാറേ, ഇത് ലഞ്ച് ബോക്സ് 2 പാർട്ടാക്കിയിട്ട് അടിയിലത്തെ പാർട്ടില് വാട്ടർ നിറയ്ക്കുകയും ചെയ്യാം. അത് കുറച്ച് ഇങ്ങോട്ടേക്ക് ആയി കഴിഞ്ഞാല് അവിടുന്ന് സ്ട്രോ ഇട്ടിട്ട് വാട്ടർ എടുക്കാം. ഓക്കെ ഓക്കെ, പക്ഷെ 2 സെപ്പറേറ്റ് അല്ല സാർ, അത് ഒരേപോലെ തന്നെ. പക്ഷെ ഈ വാട്ടറിന്റെ പാർട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കുറച്ച് മാറ്റാനും പറ്റും. ഓക്കെ ഗുഡ്. അനൈന ഓക്കെ ഓക്കെ. അനിരുദ്ധ ഓക്കെ, മനസ്സിലായി. ഓക്കെ സാർ. അനൈന ഓക്കെ. ഡിസൈൻ ബോട്ടിൽ ഓക്കെ. ഒരു ബോക്സ് ആണ്, സൈഡില് വാട്ടർ, അഗൈൻ സൈഡില് ലഞ്ച് ആണ് അല്ലെ? ഓക്കെ ഓക്കെ. വേറെ അർബിത്ത്, ഫസ്ന സെയിം ആണ്. ബാക്കി ആൾക്കാരിന്റെ ഇതൊക്കെ എവിടെയാ? 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി റാൻഡായിട്ട് ചോദിക്കാം. ബാക്കി ആൾക്കാരൊക്കെ എവിടെയാ? മിഥുൻ ഓൺലൈനിലുണ്ടോ? സഫീൽ ഓക്കെ. സഫീലിന്റെ അത് കാണിക്കും. ഡിസൈൻ സഫീൽ ഓക്കെ. ഡിസൈൻ ഋത്തിക്. സഫീൽ ഡിസൈൻ സഫീൽ ക്യാമറ ക്ലിയർ ആയിട്ടില്ല. നെറ്റ് സ്ലോ ആണോ? സഫീൽ പ്രിപ്പയർ ചെയ്യ്. ഋത്തിക്കിന്റെ ഡിസൈൻ നോക്കട്ടെ. ഋത്തിക്
സാർ ഞാൻ ഉദ്ദേശിച്ചത് ബോക്സ് ടൈപ്പ് തന്നെയാണ്. രണ്ട് സെപ്പറേറ്റ്. ഇതാ ഇങ്ങനെ ഡിസൈന് ഇന്റഗ്രേറ്റ് ആണ്. ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കണം, സെപ്പറേറ്റ് ആക്കരുത്. ഓക്കെ. ഓക്കെ, അതാണ് വെച്ചാല് അവര് ഇതൊക്കെ നോക്കും. നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കല്ലേ, ഡിസൈൻ ഓക്കെയാണ്, നമ്മളുടെ തിങ്കിങ് ആണ്, പക്ഷെ അവർ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇന്റഗ്രേറ്റ് ആയിരിക്കണം. ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാലേ മീനിങ് എന്താണ്, രണ്ടും ചേർന്ന് വരണമെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, സഫീലിൻ്റെത് ഇമേജ്. സാർ ഇതാ. ഓക്കെ 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 ഓക്കെ. മോസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ സജഷൻ പറയാണ്, തുളസി, സഫീൽ ഈ മോഡലൊക്കെ ഓക്കെയാണ്. ഓക്കെ, അത് കുറച്ച് ഇന്നോവേഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ കാണുമ്പോൾ എന്താണ്, അത് ബോക്സ് ആണോ വാട്ടർ ബോട്ടിൽ ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡിഫറൻഷിയേറ്റ് പറ്റാൻ, നമുക്ക് ഡിഫറൻഷിയേഷൻ മനസ്സിലാവില്ല. ഓക്കെ, പക്ഷെ മൾട്ടിപർപ്പസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ ഫസ്നാന്റെതും ഓക്കെയാണ്. ഇപ്പൊ ഫസ്നാന്റെ മോഡല്, അനുപമാന്റെ മോഡലില് ഫസ്ന മോഡൽ കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു അനുപമ ആ ബോക്സ് ടൈപ്പിൽ തന്നെ ബാഗ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്ന ബോക്സ് ടൈപ്പ് ആയിരുന്നു, നോർമൽ ഒരു സ്ക്വയർ ടൈപ്പ് ആയിരുന്നു. ഓക്കെ, പിന്നെ ബാക്കി ആരാ കംപ്ലീറ്റ് ചെയ്ത? ബാക്കി വേറെ ആരോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അർപ്പിത് സെയിം ആണ്. ഷബിൻ ഓൺലൈനിൽ വരുമോ? ഷബിൻ. ഓക്കെ, സബിന്റെ ഡിസൈൻ സെയിം ആണ്. സഫീലിന്റെ ആ ടൈപ്പ് ആണോ? സഫീൽ മൈക്ക് ആണ് ഇത് വെച്ചാല് നമ്മളെ ഫുഡ് കൊണ്ടുവന്ന പാത്രത്തിന് കണക്കന്നെ കുറച്ച് ഹൈറ്റ് കൂടിയിട്ട് അടിയിലത്തെ ചാമ്പർ വാട്ടറിനും മുകളിലത്തത് ഫുഡും. ഫുഡ് വെച്ചാൽ പോർട്ടബിൾ ടൈപ്പ്, മുകളിലോട്ടൊക്കെ എടുത്തു വെക്കാം. പോർട്ടബിൾ ടൈപ്പ്. ഓക്കെ, ഗുഡ്. പക്ഷെ ഇങ്ങനെ ഇപ്പോ ഷബിന് പറഞ്ഞല്ലേ പോയിന്റ് പോർട്ടബിൾ. അപ്പൊ തിയറി എഴുതുമ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതണം. എന്താണെന്ന് വെച്ചാല് തിയറി എഴുതേണ്ടി വരും കേസ് സ്റ്റഡി നിങ്ങൾ. ഓക്കെ, അപ്പൊ ഡിസൈൻ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയാണ് എന്റെ ഡിസൈൻ, ഇതിൽ ഇങ്ങനെയുള്ള ഫ്യൂച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ക്ലിയർ നോട്ട്സ് എഴുതണം. ഓക്കെ, അപ്പൊ നാളത്തേക്ക് ഒരു ആക്ടിവിറ്റി തരാം. അപ്പൊ നാളെ വരുമ്പോ ഞാൻ ഈ ആക്ടിവിറ്റി ഫസ്റ്റ് ചോദിക്കും. ഓക്കെ, ഇന്നൊരു ഡിസൈൻ കൂടി. ഇന്നത്തെ ഡിസൈൻ ക്ലിയർ ആണോ? ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരഞ്ഞോ? അഭിനവ് ഒന്നും കണ്ടിട്ടില്ല സാർ. ഞാനും ആ സ്ട്രോന്റെ തന്നെയാ സാർ. സ്ട്രോ ആണ്. ഓക്കെ, കാണണോ? ഓക്കെ ഓക്കെ. നാളത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്. അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് ദി ആൾറെഡി എക്സിസ്റ്റ് ക്ലോത്ത് ഹാങ്ങർ. ക്ലോത്ത് ഹാങ്ങർ എന്ന് പറഞ്ഞ മനസ്സിലായ? ഹാങ്ങർ അല്ലേ? ക്ലോത്ത് ഹാങ്ങർ, നോർമൽ സിംഗിൾ ഹാങ്ങർ അല്ല, ക്ലോത്ത് ഹാങ്ങർ. ക്ലോത്ത് ഹാങ്ങർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോത്ത് ഒക്കെ റൂമിൽ വെറുതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്ങർ യൂസ് ചെയ്യും. ഓക്കെ, this is because the hanger is big and hard to move when raining. Those who are living in condominium also don't have enough space to place the hanger when not used. മനസ്സിലായോ? നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് ഹാങ്ങർ ഉണ്ടാവും, ഡ്രസ്സിന്റെ ഹാങ്ങർ. പക്ഷെ ഡ്രസ്സിന്റെ ഹാങ്ങർ വരുമ്പോ എന്താണ്, അതൊരു വലിയ സൈസാണ്. സപ്പോസ് അത് റൂമിൽ ഒരു പെരിയ സ്പേസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ഒക്കുപ്പൈ ചെയ്ത് വെച്ചിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യാത്ത സ്ഥലത്തിന്, യൂസ് ചെയ്യാത്ത സമയം അത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാനോ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് തന്ന 2 ക്വസ്റ്റ്യനും എനിക്ക് തോന്നുന്നു 2000 സ്റ്റാർട്ടിംഗ് ടൈമിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിനായിട്ടുള്ള ഒരു ഡിസൈൻ ഫസ്റ്റ് ഉള്ളത് ഓക്കെ ആണ്. എനിക്ക് തോന്നുന്നു ആൻസർ കീയിൽ നോക്കുമ്പോൾ തുളസിന്റെ ആ ടൈപ്പിലുള്ള ആൻസർ ഒക്കെയാണ് അവര് ഫുൾ മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്നൊന്ന് ഇപ്പൊ ഇന്നത്തെ ഡിസൈൻ. ഇനി നെക്സ്റ്റ് നാളെ ചെയ്തിട്ട് വരാനുള്ള കേസ് സ്റ്റഡി ഞാൻ തന്നായിരുന്നു. ക്വസ്റ്റ്യൻ കണ്ടായിരുന്നല്ലേ? ക്വസ്റ്റ്യൻ ഞാൻ ഒരു പ്രാവശ്യം കൂടി കോപ്പി ചെയ്ത് ഗ്രൂപ്പിൽ ഇടാം. പക്ഷെ അപ്പൊ നാളെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡിസൈൻ ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലിയർ ആണോ? ഡ്രസ്സിന്റെ ഹാങ്ങർ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. പക്ഷെ ആ ഹാങ്ങറിന് എന്ത് ചെയ്യാൻ പാടില്ല, ബിഗ് സൈസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല, ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കണം. ആ ടൈപ്പിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. കുറച്ച് സമയം എടുത്ത് തന്നെ എന്ത് ചെയ്തോ, ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നോ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ? മാർക്കറ്റിൽ ഇപ്പം ഡിഫറെന്റ് ടൈപ്പ് അവൈലബിൾ അല്ലേ? അതില്ലാത്ത രീതിയിൽ ചിന്തിച്ചോ. മാർക്കറ്റിൽ ഒക്കെ ഉണ്ട്, പക്ഷെ നിന്റെ ഐഡിയാസ് അനുസരിച്ച് അതിൽ ഫുള്ള് വന്നിട്ടുണ്ടാ? ഫസ്ന മൈക്ക് ഓൺ ചെയ്തോ? ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ ടൈപ്പ് ഡിസൈനും വരുന്നില്ലേ? വരുന്നുണ്ട്. ഓക്കെ, അതില് നിങ്ങളുടെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്ത് വരച്ചു കൊണ്ടുവന്നോ. ഓക്കെ, പിന്നെ ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻസ്, ഇനി ഡിസൈനിൽ മോസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്,
ചില പ്രൊഡക്ട്സ് ചോദിക്കും. പ്രൊഡക്ട്സ് ചോദിച്ച ശേഷം അതിലുള്ള പാർട്സ് ആണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ ചോദിക്കാൻ പോണത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സൈക്കിൾ എല്ലാരും കണ്ടിട്ടുള്ളതല്ലേ? സൈക്കിൾ കണ്ടിട്ടുണ്ടോ എല്ലാരും? സൈക്കിൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാരും? ഓക്കെ, അപ്പൊ സൈക്കിളില് മോസ്റ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ ഏതിലാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടാവുക? സ്റ്റീൽ ഇല്ലെങ്കിൽ എന്താണ്, അയണിലാണ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? അപ്പോ സൈക്കിളില് റബ്ബറിൽ ചെയ്യുന്ന പാർട്സിന്റെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യോ? നമ്മുടെ സൈക്കിളില് റബ്ബർ യൂസ് ചെയ്ത്, ഓക്കെ, ടയർ, ടയർ വേറെ, ടയർ കുറെ വന്നു, വേറെ വേറെ റബ്ബറിൽ യൂസ് ചെയ്യണത് ടയർ ട്യൂബ്, ടയർ ട്യൂബ്, ടയർ ട്യൂബ്, ടയർ ട്യൂബ്, ടയർ ഹാൻഡിൽ, ഓക്കെ, ഹാൻഡിൽ ഗ്രിപ്പ്, സീറ്റ്, ഷബിൻ ഓക്കെ, സീറ്റ്, അഗൈൻ ഹാൻഡിൽ ഗ്രിപ്പ്, ബ്രേക്ക്, ഗുഡ്, ബ്രേക്ക് ഗ്രിപ്പ്, സീറ്റ് കവർ, ഓക്കെ, ബ്രേക്ക് പാഡ്, ഹാൻഡിൽ, ബ്രേക്ക് ആൻഡ് ബ്രഷ്, ബ്രേക്ക് ഷൂ, ഹാൻഡിൽ ബാർ, സീറ്റ്, മഡ് ഫ്ലോപ്പ്. മഡ് ഫ്ലോപ്പ് എന്താ സാധനം? ഹാൻഡിൽ ഗ്രിപ്പ് ആണെന്ന് പറയാം. 5 എനിക്ക് തോന്നുന്നു 6 പ്രൊഡക്ട്സ് ആണ് അവർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സൈക്കിളില് റബ്ബറിൽ ചെയ്യുന്ന പാർട്സ് ഒരു 6 ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാരും ടയർ പറഞ്ഞു, ഓക്കെ, സീറ്റ് പറഞ്ഞു, ഓക്കെ, വേറെ ഹാൻഡിൽ ബാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ, വേറെ 3 ആയിട്ടുള്ളൂ, ഇന്നും 3 വേണം. ബ്രേക്ക് വയർ, ഗുഡ്, ബ്രേക്ക് വയർ 4 ആയി, വേറെ ബ്രേക്ക് ഷൂ 5 ആയി, വേറെ ട്യൂബ് വേണോ? ടയർ ട്യൂബ് ഒരുമിച്ചില്ലേ? സീറ്റ് ഓൾറെഡി പറഞ്ഞതാണ്. ബ്രേക്ക് ബുഷ്, ഓക്കെ. പിന്നെ ഈ പെഡല് കണ്ടിട്ടുണ്ട്. പെഡലിനുള്ള സാധനം അറിയോ? സൈക്കിൾ പെഡൽ. ആ പെഡലിനെ റൗണ്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? പെഡലിനെ റൗണ്ട് ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുക? ഒരു സാധനം ഉണ്ടാവും. എന്താണ്? ഒരു റബ്ബർ കവർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ 6 ഐറ്റംസ് അത്. അപ്പൊ അതുപോലെ ഇപ്പൊ ഞാൻ സൈക്കിൾ അല്ലേ പറഞ്ഞ, ടയറും ട്യൂബും ഡിഫറെന്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പക്ഷെ 6 ഐറ്റംസ് എഴുതാൻ ഇപ്പൊ ക്ലിയർ അല്ലേ? സൈക്കിളിൽ 6 ഐറ്റംസ് റബ്ബർ ഐറ്റംസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതാനല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ കാറിലാണെങ്കിലോ? കാർ പറ, കാറിൽ ഒരു 10 ഐറ്റംസ് പറ റബ്ബർ മെയ്ഡ്. കാറിലാണെങ്കിൽ ഒരു റബ്ബർ മെയ്ഡ് എന്തൊക്കെയാണ്? സീറ്റ്, ടയർ, വേറെ ടയർ, ടയർ മതി, ടയർ, സീറ്റ്, ഗിയർ കവർ, സീറ്റ്, ടയർ, ടയർ മതി, സീറ്റ്, സ്റ്റിയറിംഗ്, ഓക്കെ, സ്റ്റിയറിംഗ് ഹാൻഡിൽ, ബ്രേക്ക് കവർ, സ്റ്റിയറിംഗ്, വേറെ ഡാഷ്ബോർഡ്, ഓക്കെ, മാറ്റ്, അഖിൽ കെ, ഗുഡ്, മാറ്റ്, ഗിയർ കവർ, ക്ലച്ചിന്റെ ഇത്, ഓക്കെ, വൈബർ, ഗുഡ്, ഫസ്ന, ഗുഡ്, വൈബർ, ബ്രേക്കിന്റെ പാർട്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യണം വെച്ചാൽ ക്വസ്റ്റ്യൻസ് തരും, തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും? ഫെമിലറൈസ് ചെയ്യാൻ പറയും. കാറിലുള്ള ചിലപ്പോൾ അവർ പറയും സ്റ്റീൽ മേക്ക് സാധനം പറയാനൊക്കെ ചോദിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരാൻ എന്തുണ്ടാവും? പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ പേപ്പറിൽ പഠിക്കാൻ തിയറീസ് കുറവാണ്, പക്ഷെ അതല്ലാതെ പുറത്തുള്ള കുറേ കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് വേണ്ടി വരിക. ഓക്കെ, അപ്പൊ അതുപോലെ എല്ലാ ദിവസത്തിന്റെ ക്ലാസ്സും ഫസ്റ്റ് 15 മിനിറ്റ്സ് ആണ് എന്തുണ്ടാവുക? തിയറി ഉണ്ടാവുക. അതിന്റെ ശേഷം ഇതുപോലുള്ള കേസ് സ്റ്റഡി ആണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ സമയമായി തോന്നുന്നു അല്ലെ? ബ്രേക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുക? 10 ആണോ? ബ്രേക്കിന്റെ ടൈം എപ്പോഴാ? 10. ഓക്കെ, അപ്പൊ 10 ആയി. അപ്പൊ ഇനി എപ്പോഴാണ് റീജോയിൻ ചെയ്യേണ്ടത്? നിങ്ങൾ 10:15 റീജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ബ്രേക്ക് എടുത്തോ, ബ്രേക്ക് എടുത്തിട്ട് 10:15 ജോയിൻ ചെയ്തോ. ഓക്കെ, താങ്ക് യു.